അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനെ ഞങ്ങളുടെ അഞ്ചാമത്തെ എപ്പിസോഡ്. ഞങ്ങൾ നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ആ ഓസ്കാർ റെസ്റ്റോറൻറ്റിൽ പോയി ചായയും കടിയൊക്കെ കഴിച്ച് നേരെ പള്ളി അന്വേഷിച്ച് ഇറങ്ങി. കുറേ ഞങ്ങൾ ഒരുപാട് നടന്നിട്ട് ഉസ്താദ് പറഞ്ഞ പള്ളിയൊക്കെ നമ്മളെ മൈൻഡിൽ നിന്നൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയ അനുസരിച്ച് ഞങ്ങൾ പള്ളി അന്വേഷിച്ച് ഇറങ്ങി. അങ്ങനെ ഒരുപാട് നടന്ന് അങ്ങനെ അദ്ദേഹം ഫ്രണ്ടിൽ അബ്ദുള്ളയ്ക്ക് പോകണ്ടിട്ടാ. തൊപ്പിയിട്ട ആളില്ല, തൊപ്പിയില്ലാത്ത ആൾ ഫ്രണ്ടിൽ പോകണം. അങ്ങനെ ഞങ്ങൾ പള്ളി കണ്ടുപിടിച്ചു. അല്ല ഒന്നും പറയണ്ട. ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ആ റെഡ് കളർ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ റെയിൽവേന്ന് പുറത്തിറങ്ങിയിട്ട് റൈറ്റിലേക്ക് നടക്കണം. ആ ജംഗ്ഷൻ റൈറ്റിലേക്ക് നടന്ന് നേരെ ആ റോഡ് സൈഡിൽ കൂടി വന്നു. നമ്മൾ നേരത്തെ ഇതുണ്ട്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഇതേപോലെ ഇത് കണ്ട മിനാരങ്ങൾ. ഇവിടെ ഒരു സിദ്ദീഖ് സായി ചെന്നൈയിൽ നിന്ന് കാണാം. സറായി ചെന്നൈ. ഇതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ നേരെ താഴെ ഇവിടെ ഞങ്ങൾ കണ്ട പള്ളി ഉണ്ടെന്ന് തോന്നുന്നേ. അപ്പോൾ ഇതിന് നേരെ താഴെ വന്ന്, അതായത് ഈ റോഡ് നിങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കാൻ കാണിച്ചു തരാം. അങ്ങോട്ട് നേരെ പോവാം. ഈ സൈഡിൽ കൂടി വന്ന് ഇങ്ങനെ പോകുന്ന വഴിയിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന് ഇതിങ്ങനെ കാണാം കേട്ടോ. ഇവിടെയാണ് ഞങ്ങളിപ്പോൾ വന്ന പള്ളി. നടന്ന് നേരെ നടക്കുക. ഞാൻ പള്ളിയുടെ ഏകദേശമൊക്കെ സ്ഥലം സൈഡ് നേരെ നടക്കുക. ഇവിടുന്ന് നേരെ വന്ന് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. നേരെ അങ്ങോട്ട് പോയാൽ അവിടെയും ടോയ്ലറ്റ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, വൃത്തിയൊക്കെ ഉണ്ട്. പക്ഷേ ബിൽഡിങ് പഴയ ബിൽഡിങ്. ഞാൻ നേരത്തെ കണ്ടതിൻ്റെ ബാക്ക് സൈഡാണ് ആ കാണുന്നത് കേട്ടോ. ഇതാണ് പള്ളി, ഒരു കുട്ടി പള്ളി. ഒരു എന്താ പറയുക, ഇങ്ങനെയുള്ള സ്റ്റൈൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. വീതിരിച്ചിട്ട് അങ്ങനെയാണ് വീതിരിച്ചിട്ട് അതെന്താ പറയുക എന്ന പോലത്തിലാണ് ഇങ്ങനെയാണ് കിടക്കുന്നത്. അത്ര ചെറിയ സൗകര്യത്തിൽ റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ വേറെ റെയിലുണ്ട്. എന്ത് റെയിൽവേ സ്റ്റേഷനാണ്? നമ്മുടെ ലോക്കൽ ട്രെയിനൊക്കെ പോലെ മറ്റൊരു ലോക്കൽ. ചായ അടിക്കുന്നുണ്ട്. നല്ല റൈറ്റാണ്. ഇവിടെ വന്ന് അബ്ദുള്ളയ്ക്ക് നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചായ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിച്ച് നല്ല പതച്ച ചായ ആയിരിക്കും. ആഹാ, ഒരു ചായ കുടിക്കാൻ വേണ്ട പാടേ തമിഴ്നാട്ടിൽ വന്നാൽ കിട്ടി. ചാണോ? അയ്യോ, അപ്പോൾ ഇവിടെ ഫ്രൂട്ട്സുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല. ഇവിടെ വെട്ടില്ലാത്തതുകൊണ്ട് കക്കിരി തിന്നോടൊക്കെ ആൾക്കാർ തിന്നാനായിട്ട് ആൾക്കാരുമുണ്ട്. മസാലപ്പൊടിയൊക്കെ വെച്ച് നല്ല അടിയടിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇവിടെ നല്ല സ്വീറ്റ്സ് കിട്ടും കേട്ടോ. അതായത് പ്ലാറ്റ്ഫോം നമ്പർ ചെന്നൈയിലെ പ്ലാറ്റ്ഫോം 11-ൻ്റെയും 10-ൻ്റെയും ആ ഭാഗത്തുകൂടി കയറുമ്പോൾ ലാസ്റ്റിന് മുമ്പുള്ള KFCയുടെ മുമ്പുള്ള കട. നല്ല നല്ല സ്വീറ്റ്സുകൾ ഇവിടെ കിട്ടും. നല്ല ഉഷാറാണ്. അതുപോലെ ഇത് കണ്ട റമ്യം എന്നുള്ളതിൽ സാരീസ്, കുർത്തീസ്, നല്ല പെണ്ണുങ്ങൾക്കുള്ള നല്ല നല്ല കളക്ഷൻസ്. ഞങ്ങൾ കടയിൽ പുറത്തുനിന്ന് കണ്ടതാണ്. അതൊക്കെ നല്ല നല്ല കളറുകളുള്ള നല്ല സെറ്റപ്പ് സാധനങ്ങൾ. അതൊക്കെ കാശൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ആൾക്കാർക്ക് ഇവിടുന്ന് മേടിക്കുക. അതുകൊണ്ടാ നല്ല അടിപൊളി കുർത്ത പെണ്ണുങ്ങൾക്ക് പറ്റിയ സെറ്റപ്പ് ഉണ്ടാകും.
ഉഷാർ. ഒരു ഐഫോണൊക്കെ ആണെങ്കിൽ നല്ല ക്ലിയർ കിട്ടിയത് കാണാം നിങ്ങൾക്ക്. ഞാനതും കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ മസാജ് റിലാക്സേഷൻ. ഇവിടെ വെയിറ്റിംഗ് ഏരിയ ആണ്. എല്ലാവർക്കും വരുന്നവർക്കൊക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ 9ാമത്തെ പ്ലാറ്റ്ഫോമിൽ ചേർന്നിട്ട് ഇവിടെ കാണാം. ഈ പറഞ്ഞ അതിൻ്റെ റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റേറ്റ് ഇവിടെ 10 മിനിറ്റ് 100, 15 150, 20 മിനിറ്റ് 200, 25 മിനിറ്റ് 250, 30 മിനിറ്റ് 300. ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന്